പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശുദ്ധനെ കുറിച്ച് നിങ്ങളിൽ അധികം ആൾക്കാർ കേട്ടിരിക്കാനിടയില്ല. 18-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ലെബനോനിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ് ഇദ്ദേഹം. ഒരു പുരോഹിതനായിരുന്നു. അത് നമുക്ക് വസ്ത്രധാരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞപ്പം അദ്ദേഹം ആ ഒരു ജീവിതം അങ്ങനെയുള്ള ജീവിതമല്ല, പുള്ളിക്ക് മൊണാസ്റ്റിക് ജീവിതമാണ് വേണ്ടത്. ഒരു മിസ്റ്റിക്കാണ് ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹം തന്നെത്താനെ പോയി കോൺവെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് മനുഷ്യരുമായിട്ട് സഹവാസമില്ലാതെ തന്നെത്താനെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് മരിച്ചുപോയി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൂമ്പിലൊക്കെ ആൾക്കാർ പോവുകയും എടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേർക്ക് എന്തൊക്കെയോ അത്ഭുതങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഒരു സ്ത്രീ കുറച്ച് ആൾക്കാരുമായിട്ട്, ഒരു ലെബനീസ് വുമൺ, അമേരിക്കയിൽ സെറ്റിലായിരിക്കുന്ന അവർ ഒരു പിൽഗ്രിംസുമായിട്ട്, തീർത്ഥാടകരുമായിട്ട് അവിടെ വന്നു. ഇപ്പോൾ ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇവർ ഒരു ഫോട്ടോ എടുത്തപ്പം അങ്ങ് അവർ അമേരിക്കയിൽ, ഇത് കുറേ കാലം മുന്നേ നടന്നാണ്, പിന്നെ അമേരിക്കയിൽ പോയി ഫോട്ടോ എടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് നോക്കിയപ്പം ഈ അവരുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ കാണാനിടയായി. അപ്പോൾ അങ്ങനെ ആണ് മനസ്സിലായത് ഇദ്ദേഹം മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവർ ഫോട്ടോ എടുത്തപ്പം ആ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കൂട്ടത്തിലുള്ള ആളല്ലായിരുന്നു ഇത്രയും ഓൾഡായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ അങ്ങനെ അതൊരു വലിയ അത്ഭുതമായി. അങ്ങനെയാണ് മിസ്റ്റർ ഷാർബറിൻ്റെ ഫോട്ടോ ലോകത്തിന് കിട്ടാനിടയായത്. വലിയ ഡെലിവറൻസ് കിട്ടുന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഓയിലുണ്ട്. അത് എക്സോർസിസത്തിന് ഉപകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ കഴിഞ്ഞ വർഷം പെരുന്നാളിന് ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് കൊടുക്കണമെന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഓയിൽ ഞാൻ നെറ്റിയിലൊക്കെ തേച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒരച്ഛൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ജീവനോട് ഇരിക്കുന്നതെന്ന് പറയാം. ദൈവം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുർബാന സമർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും സമർപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. വളരെ സെയിൻറ്റ്ലി അപ്പിയറൻസാണ്. അദ്ദേഹം ലോക ജീവിതം വെടിഞ്ഞ് ഒരു മിസ്റ്റിക് ലൈഫ് നയിച്ച ഒരു വ്യക്തിയാണ്. നമുക്കും ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ വെഞ്ചരിക്കാനായിട്ട് കൊണ്ടുപോകാം. അതിനായിട്ടാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്.